ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇന്ന് പുണ്യപിതാവിൻ്റെ 7ാമത്തെ ആത്മീയ സന്തോഷത്തെക്കുറിച്ച് നാം ധ്യാനിക്കുകയാണ്. ജെറുസലേമിൽ ഈശോയെ കാണാതാവുകയും 3-ാം നാൾ ദേവാലയത്തിൽ കണ്ടെത്തുകയും ചെയ്ത ആ വലിയ സന്തോഷത്തിൻ്റെ നിമിഷം. ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്നത് മക്കളാണ്. മക്കളിലാണ് കുടുംബത്തിൻ്റെ പ്രതീക്ഷയും ചൈതന്യവും ഉൾച്ചേർന്നിരിക്കുന്നത്. വിശുദ്ധ യൗസേപ്പിതാവ് ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുകയും അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുകയും ഉണ്ണിയേശുവിനെ അവരുടെ മധ്യത്തിലേക്ക് ഏറ്റുവാങ്ങുകയും ചെയ്തത്. പുണ്യപിതാവിൻ്റെ പൂർണ്ണമായ സമർപ്പണമാണ് പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യൗസേപ്പിതാവും അടങ്ങുന്ന തിരുക്കുടുംബത്തിന് രൂപം നൽകിയത്. പ്രിയമുള്ളവരെ, വിശുദ്ധ യൗസേപ്പിതാവ് പരിശുദ്ധ കന്യാമറിയത്തെയും ഈശോയെയും പൂർണ്ണമായും സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉണ്ണിയേശുവിനെ ജെറുസലേമിൽ വെച്ച് കാണാതാവുകയും ചെയ്തപ്പോൾ വളരെയധികം വ്യസനിക്കുകയും തീക്ഷ്ണമായി അന്വേഷിക്കുകയും ചെയ്തത്. അതിലും ഉപരിയായിരുന്നു അവരുടെ സന്തോഷം 3-ാം നാൾ ദേവാലയത്തിൽ ഈശോയെ കണ്ടെത്തിയപ്പോൾ. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ച് നോക്കുക. എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ജീവിതത്തിൽ പ്രാധാന്യം നൽകുന്നു? നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ജീവിതത്തിൽ പ്രാധാന്യം നൽകുന്നു? പലപ്പോഴും നാം ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലും കഷ്ടപ്പാടുകളാലും ജോലി തിരക്കുകളാലും ജീവിതം മുന്നോട്ട് തള്ളി നീക്കാൻ പരിശ്രമിക്കുമ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹവും കരുതലും കിട്ടാതെ വേദനിക്കുന്ന ഒത്തിരിയേറെ മക്കൾ. ജീവിത പങ്കാളിയോട് ഒന്ന് സംസാരിക്കുവാനോ സ്നേഹം പങ്കിടുവാനോ പറ്റാത്ത നിമിഷങ്ങൾ. പ്രിയമുള്ളവരെ, ചിന്തകനായ റെബേലിയൂസ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു: ഒരു കുഞ്ഞിൻ്റെ മനസ്സ് ആശയങ്ങൾ കുത്തിനിറയ്ക്കേണ്ട ഒരു പാത്രമല്ല, ജ്വലിച്ചുയരേണ്ട ഒരു ഇടമാണ്. അവരെ പഠിപ്പിക്കുകയല്ല, മറിച്ച് അവരെ പ്രചോദിപ്പിക്കുകയാണ് വേണ്ടത്. നാം വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാളിനാൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമുക്കും അവിടുത്തോട് പ്രാർത്ഥിക്കാം: പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും വിശുദ്ധിയിലേക്ക് നയിക്കണമേ. തിരുക്കുടുംബത്തെ പോലെ പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും പരസ്പര ധാരണയിലും സഹകരണത്തിലും മുന്നോട്ട് പോകുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.